ഭർത്താവിൻ്റെ പീഡനം സഹിക്കാതെ ഭാര്യ വീട് വിട്ടിറങ്ങി. എങ്ങോട്ട് പോകണമെന്നറിയാതെ വലിയ വേദനയിലൂടെ കടന്നു പോവുകയാണ്. അവസാനം ഒരു മഠത്തിൽ അവൾ അഭയം തേടുകയാണ് ചെയ്യുന്നത്. സാവധാനം അവളുടെ ആങ്ങളമാർ അവളുടെ വേദനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ മനസ്സിലാക്കി പോലീസിൽ കേസ് കൊടുത്തു. അത് കോർട്ടിലേക്ക് പോയി. അങ്ങനെ ഈ പ്രതിക്കൂട്ടിൽ ഈ ഭർത്താവും സാക്ഷിക്കൂട്ടിൽ ഈ ഭാര്യയും നിൽക്കുന്ന അവസരം. ഇവരുടെ കുടുംബാംഗങ്ങളും പ്രിയപ്പെട്ടവരൊക്കെ അടുത്തുണ്ട്. ഈ സാക്ഷിക്കൂട്ടിൽ നിൽക്കുന്ന ആ ഭാര്യയുടെ മൊഴി അനുസരിച്ചായിരിക്കാം തീരുമാനങ്ങളൊക്കെ വരിക. ന്യായാധിപൻ ചോദിച്ചു, നിന്നെ ഭർത്താവ് വലിയ വേദനയും ദുഃഖമൊക്കെ നിനക്ക് നൽകിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് എന്ന് അവൾ മറുപടി പറഞ്ഞു. അടുത്ത ചോദ്യം ഇതാണ്, നിന്നെ വല്ലാതെ വേദനിപ്പിച്ചുകൊണ്ട് ശാരീരിക മാനസിക ക്ലേശങ്ങൾ നൽകിയതുകൊണ്ടാണോ നീ വീട് വിട്ടിറങ്ങിയത് എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും നിശബ്ദരായി അവളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ചെയ്യുന്നത്. അവൾ ഈ ഭർത്താവിനെ ഒന്ന് നോക്കി. ആ ഭർത്താവിൻ്റെ മുഖം വലിയ വേദനയോടെ ലജ്ജാഭാരത്തോടെ താണിരുന്നു. അവൾ പറഞ്ഞു, ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടല്ല, എൻ്റെ സ്വന്തമായ ഇഷ്ടപ്രകാരമാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്ന്. അവിടെ നിൽക്കുന്ന എല്ലാവർക്കും വലിയ ദേഷ്യമായി ഈ സഹോദരിയോട്. ആങ്ങളമാരും ബന്ധുക്കളുമൊക്കെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പ്രിയപ്പെട്ടവരെ, കുരിശിൻ്റെ ചുവട്ടിലേക്ക് നോക്കുമ്പോൾ നമ്മൾക്കും ഇതാണ് കാണുവാൻ സാധിക്കുക. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല. ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് ആരും അത് മനസ്സിലാക്കിയില്ല. ഈ കോടതിയിലുണ്ടായിരുന്ന ആർക്കും ഇത് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചില്ല. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ക്ഷമിക്കാനുള്ള ഒരു ധൈര്യം കാണിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? റോബർട്ട് മുള്ളറിൻ്റെ ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൻ്റെ പേരാണ് ക്ഷമിക്കുവാനുള്ള ധൈര്യം എന്നുള്ളത്. സ്നേഹമുള്ളവരെ, ക്ഷമിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ഒരുക്കാം. ക്ഷമ എന്ന് പറയുന്നത് അത് ദൈവം തന്ന അനുഗ്രഹമാണ്. അത് ധൈര്യമുള്ളവർക്ക് മാത്രമേ ക്ഷമിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ക്ഷമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷത്തോടെ ഭാരങ്ങളൊന്നും വഹിക്കാതെ ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രത്യാശയുടെ പൊൻകിരണം, റേ ഓഫ് ഹോപ്പ് നമ്മുടെ കൂടെയുണ്ട്. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവം നമ്മളെ തുണയ്ക്കും. പ്രിയപ്പെട്ടവരെ, ആമേൻ.